എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. 10ാം ക്ലാസ്സിലുള്ള ഒരു ഭാഗമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്റർ. അതിൽ കുറച്ചും കൂടി അപ്പർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ സം ടു 200 ടേംസ് ഓഫ് ദ സീരീസ് 1 + 4 + 6 + 5 എക്സെട്ര. അപ്പൊ എന്താണ് ഈ ഒരു സീരീസിനെ നോക്കി നോക്കൂ. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇത് 2 സീരീസ് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു സീരീസ് എന്ന് പറയുന്നത് 1 + 6 + 11 എക്സെട്ര. അടുത്ത സീരീസ് എന്ന് പറയുന്നത് എന്താണ്? 4 + 5 + 6 എക്സെട്ര. അങ്ങനെ 100 ടേം ഇവിടെയുണ്ട്, അതിലും 100 ടേം ഉണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് 200 ടേം മൊത്തത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും എന്ത് കണ്ടുപിടിക്കണം? സം ടു 100 ടേംസ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ SN കാണാനുള്ള വാക്യം നിങ്ങൾക്ക് അറിയായിരിക്കും. SN = n/2 × 2a + n - 1 × d. അതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം ടു n ടേംസ് കാണാനുള്ള വാക്യം. അപ്പൊ ഇവിടെ എത്ര ടേം ആണ്? 100 ടേം ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 100 / 2 × 2a എന്ന് പറഞ്ഞാൽ a ഇവിടെ എന്താണ്? 1 ആണ്. അപ്പൊ 2 + n - 1 എന്ന് പറഞ്ഞാൽ 100 - 1 എന്ന് പറഞ്ഞാൽ 99 × d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ കിട്ടും. ഇത് പ്ലസ് ഇനി ഈ ഒരു സീരീസിന്റെ അപ്പൊ ഇതിന് എന്താണ്? n/2 എന്ന് പറഞ്ഞാൽ 100/2 × 2a എന്ന് പറഞ്ഞാൽ 2 × 4 അപ്പൊ 8 പ്ലസ് n - 1 എന്ന് പറഞ്ഞാൽ 100 - 1 99 × d എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? d 1 ആണ് അല്ലെ? കോമൺ ഡിഫറൻസ് ആണ് d എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 50 ആണ് അല്ലെ? 50 × എന്ത് വരും നോക്കൂ. 495 + 2 497. പിന്നെ പ്ലസ് ഈ 100/2 ഞാൻ വെളിയിലേക്ക് എടുത്തു. അതാണ് 15നെ ഞാൻ വെളിയിലേക്ക് എടുത്തത്. അപ്പൊ 99 + 8 അത് എത്രയാണ് വരിക? 107 ആണ്. അപ്പൊ ഇനി നമുക്ക് ഇത് ചെയ്യാം. 107 + 497 എത്രയാണ് വരിക? 604 × 50 0 വരും. എത്രയാണ് ആൻസർ വരുന്നത്? 30,200. അതായത് 30,200 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മളുടെ എന്ത് സീരീസ് അല്ല, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് വിചാരിച്ച് ഇവിടുന്ന് തന്നെ ചെയ്യാൻ ചെയ്യരുത്. അത് നമ്മൾ സ്പ്ലിറ്റ് ആക്കണം. 2 സീരീസ് ആക്കി സ്പ്ലിറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടണമെങ്കിൽ ഇതിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടുള്ളൂ. അപ്പൊ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം ടു n ടേംസ് കാണാനുള്ള വാക്യം SN = n/2 × 2a + n - 1 × d. അത് വെച്ചിട്ട് 2 സീരീസിന്റെ കാണാം, എന്നിട്ട് ആഡ് ചെയ്യാം. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the common difference of 4 terms in an AP such that the ratio of the product of the first and fourth term to that of the second and third is 2:3 and the sum of all 4 terms is 20? അതായത് ഞാൻ ഒരു എന്താണ് 4 ടേംസ് ആണ് എടുക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം നോക്കൂ. ഞാൻ എടുക്കാണ് a - 3d a - d a + d a + 3d.
ഇതൊരു എ പി അല്ലേ, കോമൺ ഡിഫറൻസ് 2D ആയിട്ടുള്ള ഒരു എ പി ആണ് ഇത്. അപ്പൊ 4 ടേം ഇങ്ങനെ എടുത്തു, a-3d, a-d, a+d, a+3d. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2D ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കണേ? സമ്മ് എന്താ വരിക? ഇവിടെ നോക്കൂ, -3dയും +3dയും ക്യാൻസൽ ചെയ്യും, -dയും -dയും ക്യാൻസൽ ചെയ്യും. അപ്പൊ സമ്മ് വരുമ്പോ 4a ആണ് വരിക അല്ലെ? 4a ആണ് സമ്മ് വരിക. അതെന്ന് പറയണത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4a = 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്ന് a കണ്ടുപിടിച്ചൂടെ? a = 20/4, അതായത് 5. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം ടു ദാറ്റ് ഓഫ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഈസ് 2:3. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്ന് നമുക്ക് എന്ത് എഴുതാം? അതായത് 3x പറഞ്ഞെങ്കിൽ 3 ഇൻറ്റു ഏത് വരും? ഫസ്റ്റും ഫോർത്തും അല്ലെ? ഫസ്റ്റും ഫോർത്തും എങ്ങനെയാണ് എഴുതുക? a-3d ഇൻറ്റു a+3d. അപ്പൊ a-b ഇൻറ്റു a+b എന്നുള്ള ഫോം അല്ലേ? അപ്പൊ a² - b² എന്നുള്ള ഫോമിൽ എഴുതിക്കൂടെ? a² - 3d ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഈക്വൽ ടു 2 ഇൻറ്റു ഏതൊക്കെ ടേം? സെക്കൻഡും തേർഡും ടേം അല്ലെ? അപ്പൊ സെക്കൻഡും തേർഡും ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു a-d ഇൻറ്റു a+d. അതെങ്ങനെയാണ്? a² - d² എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിനെ ഈക്വേറ്റ് ചെയ്തൂടെ? എങ്ങനെയാണ് ഈക്വേറ്റ് ചെയ്യുക? 3a². അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് ഈക്വേറ്റ് ചെയ്യുമ്പോ നമുക്ക് എന്ത് വരും? d കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? a നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. a എത്രയാണ്? 5 ആണ്. അപ്പൊ ആ 5 ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 3 ഇൻറ്റു 5² എന്ന് പറഞ്ഞാൽ 25 മൈനസ് 3d ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9d² ഈക്വൽ ടു 2 ഇൻറ്റു a² എത്രയാണ്? 25 മൈനസ് d². അപ്പൊ നമുക്ക് ഇത് എന്താ എഴുതാം? 3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 75 ആണ് അല്ലെ? 75 മൈനസ് 9 ഇൻറ്റു 3 എത്രയാണ്? 27d² ഈക്വൽ ടു 50 മൈനസ് 2d². ഇതിന്ന് നമുക്ക് എന്താ എഴുതാം? 25 ഈക്വൽ ടു ഈ d² അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? 25d² എന്ന് വരില്ലേ? അപ്പൊ d² എന്ത് വന്നു? 1 എന്ന് വന്നില്ലേ? അപ്പൊ d എന്ത് വരും? +or-1 വന്നില്ലേ? അപ്പൊ d എന്താണ്? +or-1. കോമൺ ഡിഫറൻസ് നമ്മൾ എന്താക്കിയിട്ടാണ് എടുത്തത്? അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് 4 ടേംസ് ആണ്. നമ്മൾ കോമൺ ഡിഫറൻസ് എന്തായിട്ടാണ് എടുത്തത്? 2D ആയിട്ടാണ് എടുത്തത്. അപ്പൊ 2 ഇൻറ്റു d +or-1. അപ്പൊ ഏതാണ് വരിക? +or-1. അപ്പൊ +2 അല്ലെങ്കിൽ -2 ഇതാണ് കോമൺ ഡിഫറൻസ് വരിക. അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ ഉള്ളത്? 2 എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ആൻസർ? D എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The first and last term of AP are A and L and the sum of the AP is S. Then common difference is L² - A² divided by K minus L plus A. Here K is equal to. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. സം ഓഫ് ദ AP അങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? SN ഈക്വൽ ടു എന്താണ്? SN ഈക്വൽ ടു n/2 ഇൻറ്റു A1 പ്ലസ് AN അല്ലെ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പൊ SN ഈക്വൽ ടു ഇവിടെ എന്ത് വരും? n/2 ഇൻറ്റു ഏതാണ് ഫസ്റ്റ് ടേം? A പ്ലസ് L. ഇനി എന്താ പറഞ്ഞിരിക്കണേ?
അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം? ഇതിന് നമുക്ക് എന്താണ് എഴുതാൻ പറ്റുക? നമുക്ക് തന്നുണ്ട് എന്താണെന്ന്, ലാസ്റ്റ് ടേം എൽ ആണെന്ന് തന്നുണ്ട്. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ AP ആണ് വെച്ചെങ്കിൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? TN ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D എന്നുള്ളതല്ലേ? അപ്പൊ നമുക്ക് ഈ A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D അതെന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് തന്നുണ്ട്? എല്ലാന്ന് തന്നുണ്ട്. അപ്പൊ L ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D എന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? D കണ്ടുപിടിക്കാൻ പറ്റില്ലേ? D ഈക്വൽ ടു എങ്ങനെ എഴുതാം? L മൈനസ് A ഡിവൈഡഡ് ബൈ N മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ N പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് S ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? N പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2S ഡിവൈഡഡ് ബൈ A പ്ലസ് L എന്ന് എഴുതിക്കൂടെ? N ബൈ 2 ആണ്. അപ്പൊ നമുക്ക് 2S ആണ്. 2S ഈക്വൽ ടു അപ്പൊ N ഇവിടെ 2S ബൈ A പ്ലസ് L എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? D ഈക്വൽ ടു എന്തെന്ന് വന്നു? L മൈനസ് A ഡിവൈഡഡ് ബൈ N പകരം ഇത് കൊടുത്തു. 2S ഡിവൈഡഡ് ബൈ A പ്ലസ് L മൈനസ് 1 അല്ലെ? മൈനസ് 1 ഇവിടെ ഉള്ളത് മൈനസ് 1 എടുത്തു എഴുതി. അപ്പൊ നമുക്ക് എന്ത് വരും നോക്കൂ? എന്താണ് അപ്പൊ വരിക? അപ്പൊ D ഈക്വൽ ടു എന്തെന്ന് വരും നോക്കൂ? D ഈക്വൽ ടു ഇവിടെ എന്ത് വരും? A പ്ലസ് L ആണ് ഇതിന്റെ ഏതെന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ താഴെ എന്ത് വരും? 2S മൈനസ് A പ്ലസ് L അല്ലെ? ഡിവൈഡഡ് ബൈ A പ്ലസ് L. ആ ഡിവൈഡഡ് ബൈ A പ്ലസ് L എന്നുള്ളത് മുകളിലേക്ക് പോവില്ലേ? അപ്പൊ A പ്ലസ് L L പ്ലസ് A ഇൻറ്റു L മൈനസ് A എന്നുള്ള ഫോമിലല്ലേ? അപ്പൊ L സ്ക്വയർ മൈനസ് A സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അതിന്? ഡിവൈഡഡ് ബൈ പിന്നെ എന്താ വരിക? 2S മൈനസ് A പ്ലസ് L. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2S പകരം നമുക്ക് ഒരു K എന്ന് എഴുതിയിട്ട് വെച്ചെങ്കിൽ 2S പകരം K എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതായില്ലേ? നോക്കൂ. പകരം ഇവിടെ K എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു വാക്യായില്ലേ? ഇത് തന്നെയല്ലേ ഇവിടെ എഴുതിക്കണേ? അപ്പൊ 2S ഈക്വൽ ടു എന്തെന്ന് വന്നു? K എന്ന് വന്നു അല്ലെ? അപ്പൊ K എന്ന് പറയണത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ആൻസർ കിട്ടി? 2S എന്നുള്ളത് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If B plus C minus A by A, C plus A minus B by B, A plus B minus C by C are in AP, then which of the following are in AP? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഇതെല്ലാം AP-യിലാണെന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൂട്ടിയിട്ട് വെച്ചെങ്കിലും നമുക്ക് AP-യിലാണെന്ന് പറഞ്ഞുകൂടെ? അപ്പൊ ഞാൻ 2 ആണ് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ എന്ത് വരും? B പ്ലസ് C മൈനസ് A പ്ലസ് 2A ബൈ A എന്ന് വന്നില്ലേ? ഇനി ഇവിടെ എന്ത് വരും? C പ്ലസ് A മൈനസ് B പ്ലസ് 2B ബൈ B എന്ന് വന്നില്ലേ? ഇവിടെ എന്താ വരിക? A പ്ലസ് B മൈനസ് C പ്ലസ് 2C ബൈ C. അപ്പൊ ഇതിലെല്ലാം മൈനസ് A പ്ലസ് 2A എന്ന് പറഞ്ഞാൽ A മാത്രമാവും അല്ലെ? അപ്പൊ A പ്ലസ് B പ്ലസ് C
ബൈ എ എന്നാവില്ലേ? എ പ്ലസ് ബി പ്ലസ് സി ബൈ എ. അടുത്തത് എന്താവും നോക്കൂ, എ പ്ലസ് ബി പ്ലസ് സി ബൈ ബി എന്നാവും. എ പ്ലസ് ബി പ്ലസ് സി ബൈ ബി എന്നാവും. പിന്നത്തത് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ സി എന്നാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഏതാണ്? 1/a 1/b 1/c ആർ ഇൻ എ പി എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണോ? അതായത് എ പ്ലസ് ബി പ്ലസ് സി നമുക്ക് എല്ലാത്തുനിന്നും കോമൺ ആയി എടുത്തുകൊണ്ട് വെച്ചെങ്കിൽ 1/a 1/b 1/c അല്ലേ വരിക. അപ്പൊ ആ 1/a 1/b 1/c എന്നുള്ളത് എന്തിലാണെന്ന് പറയാം? എ പിയിലാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. How many natural numbers between 1 and 1000 are divisible by 5? അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A1 എന്ന് പറയുന്നത് 1 ആണെന്ന് തന്ന്, നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 5. പക്ഷെ ഏതാണ് ഫസ്റ്റത്തെ നമ്പർ വരിക? 5 ആണ് വരിക അല്ലെ. ലാസ്റ്റത്തെ നമ്പർ ഏത് വരും? 1000 മുന്നേ, അതായത് 995 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? Tn എന്നുള്ളത് 995ഉം T1 എന്നുള്ളത് A1 എന്നുള്ളത് 5ഉം ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എത്ര ടേം ആണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് Tn തന്നുണ്ട്. Tn ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. എ എന്താണ്? 5 ആണ്. n മൈനസ് 1 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് എന്താണ്? 5 ആണ് അല്ലെ. ഈക്വൽ ടു ഏതാണ്? 995 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? n ഏതാന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? n മൈനസ് 1 ഇൻറ്റു 5 ഈക്വൽ ടു 990. അപ്പൊ n മൈനസ് 1 എന്ത് വരും? n മൈനസ് 1 ഈക്വൽ ടു 990 ഡിവൈഡഡ് ബൈ 5. അത് എത്രയാണ്? 198 അല്ലെ. അപ്പൊ n എന്ത് വരും? 198 പ്ലസ് 1. അത് എത്രയാണ്? 199. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1ന്റെയും 1000ന്റെ ഇടയിൽ എന്ന് ചോദിച്ചാൽ ഈ 1000നെ നമ്മൾ കൂട്ടില്ല. അപ്പൊ പിന്നത്തെ ഏതാണ് ഏറ്റവും വലുതുള്ളത്? 995 ആണ്. 5 കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ളത് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ 995 എടുത്തത്. 10,000 ആണ്. 1000നെക്കാട്ടും മുന്നേ ഉള്ള 5 ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് നമ്മൾ എടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 8th term of an AP is 17 and its 14th term is 29. The common difference of AP is. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കൂ. 8th term അവർ തന്നിട്ടുണ്ട് അല്ലെ. 8th term എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ nth term. അപ്പൊ 8th term എന്ന് പറഞ്ഞാൽ എന്ത് വരും? a പ്ലസ് 7d എന്ന് വരില്ലേ. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 17 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 14th term എന്ന് പറഞ്ഞാൽ എന്ത് വരും? a പ്ലസ് 13d അല്ലേ, ഈക്വൽ ടു 29. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടില്ലേ. ഇനി ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക അല്ലെ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 2 മൈനസ് 1 ചെയ്താൽ എന്താണ്? 13d മൈനസ് 7d. അത് എത്ര വരും? 6d അല്ലെ. 6d ഈക്വൽ ടു 29 മൈനസ് 70 എന്ന് പറഞ്ഞാൽ 12 ആവും. അപ്പൊ d ഈക്വൽ ടു എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 2. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എനിക്കുള്ള ഊർജം. ഇത് KVയുടെ എക്സാമിനായാലും CTETന്റെ എക്സാമിനായാലും ഇതെല്ലാം നമുക്ക്
വേണ്ടതാണ്. കാരണം 10th ബേസിസിലുള്ള ഏതൊരു എക്സാമിനും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളത്. അപ്പോൾ മറക്കാതെ നല്ലോണം പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് a minus 2 and 3a are in AP, then the value of a is. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? എയും a minus 2ഉം 3aയും എ പിയിലാണ് വെച്ചെങ്കിൽ ഇതിന്റെ ഡിഫറൻസിനോട് സെയിം ആയിരിക്കില്ലേ? അതായത് കോമൺ ഡിഫറൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ a minus 2 minus a equal to 3a minus a minus 2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്താണ് a minus 2 minus a എന്ന് പറഞ്ഞാൽ -2 മാത്രമായി. ഈക്വൽ ടു 3a minus a എന്ന് പറഞ്ഞാൽ എന്താണ്? 2a വന്നു. 2a plus 2 എന്ന് വന്നു അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 2a equal to എന്ത് വരും? -4 എന്ന് വരും. അപ്പൊ a equal to എന്ത് വരും? -4 divided by 2. അത് എത്രയാണ്? -2. അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which term of the AP 20, 17, 14, etc. is first negative term? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക? അതായത് a എന്ന് പറയുന്നത് 20 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? a equal to 20 ആണ്. പിന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എങ്ങനെയാണ് അറിയാൻ പറ്റുക? 17 minus 20 d equal to 17 minus 20 അല്ലേ? അപ്പൊ അത് എത്രയാണ്? -3 ആണ് അല്ലെ? അപ്പൊ d -3 ആണ്, a 20യുമാണ് വെച്ചെങ്കിൽ an എന്താവും? an നെഗറ്റീവ് ആവണം. അത് എപ്പോഴാണ് എന്നാണ് nth. അപ്പൊ n എത്രയാവണം എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ an ലെസ് ദാൻ 0 ആവണം വെച്ചെങ്കിൽ nth ടേം എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവണം. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവണം അല്ലെ? a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 20 ആണ്. 20 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -3 ആണ്. അത് ലെസ് ദാൻ 0 ആവണം. അപ്പൊ ഈ n എന്ത് വരണം എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? n മൈനസ് 1 ഇൻറ്റു -3 എന്ന് -3 അപ്പൊ ഇവിടെ എന്ത് വരും നോക്കൂ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതില് എന്ത് വരണം? ഇതിന് ഞാൻ എന്ത് എഴുതി? ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? 20 മൈനസ് 3n പ്ലസ് 3 ലെസ് ദാൻ 0 വരണം അല്ലെ? 20 പ്ലസ് 3 23. 23 മൈനസ് 3n ലെസ് ദാൻ 0 വരണമെങ്കിൽ എന്നിന് ഏത് വാല്യൂ കൊടുത്താൽ പറ്റും? എന്നിന് 7 കൊടുത്താൽ എന്ത് വരും? 21 ആണ് വരിക. അപ്പൊ ഇത് പോസിറ്റീവ് ആണ് വരിക അല്ലെ? അപ്പൊ എന്നിന് 8 കൊടുക്കണം. 8 കൊടുത്താൽ എന്ത് വരും? 23 മൈനസ് 24 എന്ന് വരും. അപ്പൊ -1 ലെസ് ദാൻ 0 എന്ന് വരും. അപ്പൊ അത് കറക്റ്റ് ആവും. അപ്പൊ ഏതാണ് നെഗറ്റീവ് ടേം? എത്രാമത്തെ ടേം ആണ് ഏറ്റാണ് നെഗറ്റീവ് ടേം വരിക? 8th ടേം ആണ് ഫസ്റ്റ് നെഗറ്റീവ് ടേം വരിക. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവണ ഏത് പോയിന്റ് ആണ് എന്നിനുള്ളത് എന്ന് നോക്കി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The first, second and last terms of an AP are respectively 4, 7 and 31. How many terms are there in the given AP? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഫസ്റ്റ് ടേം അവർ തന്നിട്ടുണ്ട് a equal to 4 എന്നുള്ളത്. സെക്കൻഡ് ടേമും നമുക്ക് തന്നിട്ടുണ്ട് 7 ആണെന്ന്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? 7 മൈനസ് 4 ആണ്, അതായത് 3 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 3 ആണെന്നും തന്നിട്ടുണ്ട്.
ഇനി an തന്നുണ്ട്, nth ടേം തന്നുണ്ട് അല്ലെ. nth ടേം എങ്ങനെ എഴുതാ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ളതാണ്. അത് എത്രയാണെന്ന് തന്നുണ്ട്? 31 ആണെന്ന് തന്നുണ്ട്. a എന്താണെന്ന് അറിയാം, 4 ആണെന്ന് അറിയാം. n മൈനസ് 1 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ എന്താ എഴുതി? 3 എഴുതി. 31 എന്ന് കിട്ടി അല്ലെ. അപ്പൊ n എന്താന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? എങ്ങനെയാണ്? n മൈനസ് 1 ഇൻറ്റു 3 എന്ന് പറയണത് 31 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 27. n മൈനസ് 1 അപ്പൊ എന്താവും? 27/3. അത് 9 ആണ്. അപ്പൊ n ഈക്വൽ ടു എന്താവും? 9 പ്ലസ് 1 അത് എത്രയാണ്? 10. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the sum of p terms of an AP is the same as the sum of q terms where p not equal to q, then the sum of its first p plus q term is. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? അതായത് അവർ തന്നിരിക്കുന്നത് സമ്മ് എസ് പി ഈക്വൽ ടു എസ് ക്യു ആണെന്ന് തന്നുണ്ട് അല്ലെ. അപ്പൊ എസ് പി കാണാനുള്ള വാക്യം എന്താണ്? പി ബൈ 2 ഇൻറ്റു 2a പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. അത് ഈക്വൽ ടു എസ് ക്യു ആണെന്ന് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ക്യൂ ബൈ 2 ഇൻറ്റു 2a പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ. അപ്പൊ ഇതിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഇത് ഈക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി, കാരണം ഇവിടെ സ്ഥലമില്ല. അപ്പൊ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2a ഈക്വൽ ടു 1 മൈനസ് പി മൈനസ് ക്യൂ ഇൻറ്റു ഡി എന്ന് കിട്ടും. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. 2a ഈക്വൽ ടു 1 മൈനസ് പി മൈനസ് ക്യൂ ഇൻറ്റു ഡി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എസ് പി പ്ലസ് ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എസ് പി പ്ലസ് ക്യൂ അപ്പൊ എന്ത് വരും? പി പ്ലസ് ക്യൂ ബൈ 2 ഇൻറ്റു 2a പ്ലസ് പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ളതാണ് വരിക അല്ലെ. ഇതിനെ നമുക്ക് എന്ത് വന്നു? പി പ്ലസ് ക്യൂ മൈനസ് 1 എന്നുള്ളത് നമുക്ക് എന്ത് വന്നു? 2a വന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പി പ്ലസ് ക്യൂ മൈനസ് 1 എന്നുള്ളത് പി പ്ലസ് ക്യൂ മൈനസ് 1 ആവുമ്പോ മൈനസ് 2a എന്ന് വരും അല്ലെ. അപ്പൊ 2a മൈനസ് 2a എന്ന് പറഞ്ഞാൽ 0 വരും അല്ലെ. അപ്പൊ എസ് പി പ്ലസ് ക്യൂ എന്തായിട്ട് വരും? 0 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഏത് സംഖ്യ ഇൻറ്റു 0യും 0 തന്നെയല്ലേ. അപ്പൊ ഈ ടേം 0 ആയി പോയാൽ നമുക്ക് ആകെ 0 വരും. അപ്പൊ എസ് പി പ്ലസ് ക്യൂ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.